എൽ ഡി എഫിൽ നിന്ന് പ്രത്യേകിച്ച് പുറത്തേക്ക് പോകുന്നു എന്ന് പറയുന്നത് ഒന്ന് പി സി ചാക്കോയാണ്. കോൺഗ്രസിൽ നിന്ന് ഒരുപാട് ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയിട്ടുള്ള വി എസ് ശിവകുമാർ സീറ്റ് ലഭിക്കാതെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം പാർട്ടി വിടും എന്നുള്ള രീതിയിലുള്ള ഒരു ഭീഷണി കെ പി സി സിക്ക് മുമ്പിൽ വെച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് തന്നെ മുന്നണി മാറുന്നതിനെക്കുറിച്ച് വളരെ ഗൗരവകരമായിട്ട് ശ്രേയാംസ് കുമാർ ആലോചിച്ചിരുന്നതാണ്. ഈ രാജ്യഭീഷണി മുഴക്കിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൽ ഡി എഫ് വിടുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ചില വാക്ക് തർക്കങ്ങൾ പാർട്ടി മീറ്റിംഗിൽ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതിനകത്ത് എം വി ശ്രേയാംസ് കുമാറുമായിട്ട് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ പലവട്ടം ചർച്ചകൾ കഴിഞ്ഞതാണ്. അതുകൂടാതെ തന്നെ മുഖ്യമന്ത്രി ഈ ശ്രേയാംസ് കുമാറോട് പറഞ്ഞിരിക്കുന്നത് വടകരയിൽ തന്നെ ശ്രേയാംസ് കുമാർ തന്നെ മത്സരിക്കണം, അവിടെ വിജയിക്കണം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഒരു കാരണവശാലും കെ പി മോഹനൻ എൽ ഡി എഫ് വിടാൻ വേണ്ടിയിട്ട് തയ്യാറാവത്തില്ല. അങ്ങനെ തയ്യാറാവാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ സംഭവിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമസ്കാരം. എൽ ഡി എഫിൽ നിന്നും യു ഡി എഫിൽ നിന്നും പ്രമുഖരായിട്ടുള്ള നേതാക്കള് പുറത്തേക്ക് പോകുന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. എന്താണ് ഇതിനെക്കുറിച്ച്? എൽ ഡി എഫിൽ നിന്ന് പ്രത്യേകിച്ച് പുറത്തേക്ക് പോകുന്നു എന്ന് പറയുന്നത് ഒന്ന് പി സി ചാക്കോയാണ്. നമ്മൾ ഇന്നലെ പി സി ചാക്കോയെ കുറിച്ച് സംസാരിച്ചിരുന്നതാണ്. പി സി ചാക്കോ എൻ സി പിയെ മൊത്തത്തിൽ തന്നെ എൻ ഡി എയുടെ ഭാഗമായിട്ട് ദേശീയ തലത്തിൽ അവർ ലയിക്കുകയാണ്. അങ്ങനെ ദേശീയ തലത്തിൽ ലയിക്കുന്ന എൻ സി പിയുടെ ഭാഗമായിട്ട് പി സി ചാക്കോയാണ് എൽ ഡി എഫിൽ നിന്ന് ആദ്യമായിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത്. പി സി ചാക്കോയെ സംബന്ധിച്ചിട്ട് ഇനി കേരളത്തിലെ ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിൽ എൽ ഡി എഫിൻ്റെയോ യു ഡി എഫിൻ്റെയോ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് കഴിഞ്ഞാൽ വിജയിക്കാനുള്ള യാതൊരു സാധ്യതകളും ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ പുള്ളിയെ സംബന്ധിച്ചിട്ട് പുള്ളിക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ഒരു വമ്പൻ ഓഫറാണ് ഈ ഗവർണർ സ്ഥാനം എന്ന് പറയുന്നത്. കാരണം ശരത് പവാറിന്റെ ഏറ്റവും അടുത്ത ഇഷ്ടക്കാരനാണ് പി സി ചാക്കോ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പി സി ചാക്കോയെ സംബന്ധിച്ചിട്ട് ഇനിയുള്ള കാലം വളരെ സ്വസ്ഥവും സമാധാനവുമായിട്ട് എൻ ഡി എയുടെ കെയർ ഓഫിൽ എൻ സി പിയുടെ ബാനറിൽ ഒരു ഗവർണറായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണ് അദ്ദേഹം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതും. എനിക്കത് 12-ാം തീയതിയോ 13-ാം തീയതിയോ ഈ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതിനിടയിലൊക്കെ നമ്മൾ അതിനെ ആദ്യം കഴിഞ്ഞ ആഴ്ച തന്നെ പറഞ്ഞിരുന്നു, കേരളത്തിലെ കോൺഗ്രസിൽ നിന്ന് പ്രമുഖരായിട്ടുള്ള 8ഓളം ആളുകൾ ഈ പാർട്ടി വിട്ട് കോൺഗ്രസ് പാർട്ടി വിട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഉള്ള ചില ഡീലുകൾ ഉറപ്പിച്ചിട്ടുണ്ട്. അവർ ഏത് പാർട്ടിയിലേക്ക് പോകും എന്ന കാര്യത്തെക്കുറിച്ച് നമ്മളന്ന് വ്യക്തമാക്കിയിരുന്നില്ല. ഇന്നിപ്പോൾ ശ്രീ വി എസ് ശിവകുമാർ മുൻ മന്ത്രിയാണ്, അതോടൊപ്പം തന്നെ എം പി ആയിരുന്നു കോൺഗ്രസിൽ നിന്ന്. അത് യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. കോൺഗ്രസിൽ നിന്ന് ഒരുപാട് ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയിട്ടുള്ള വി എസ് ശിവകുമാർ സീറ്റ് ലഭിക്കാതെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം പാർട്ടി വിടും എന്നുള്ള രീതിയിലുള്ള ഒരു ഭീഷണി കെ പി സി സിക്ക് മുമ്പിൽ വെച്ചിട്ടുണ്ട്. അതൊക്കെ എത്രത്തോളം ഒരു മര്യാദയാണ് അദ്ദേഹം കാണിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇന്നലെ അദ്ദേഹത്തിന്റെ വിജിലൻസ് കേസുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന് ക്ലീൻ ചീറ്റ് നൽകുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ക്ലീൻ ചീറ്റ് അദ്ദേഹത്തിന് ലഭിക്കുമ്പോഴും കോടതി പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, മന്ത്രിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അടുപ്പക്കാർക്ക് അവരുടെ സ്വത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെന്ത് കണ്ടുപിടുത്തമാണെന്നാണ് നമുക്ക് ആർക്കും മനസ്സിലാവാത്തതിനൊരു കാരണം. അങ്ങനത്തെ ഒരു ക്ലീൻ ചീറ്റ് ഇപ്പോൾ വി എസ് ശിവകുമാറിന് കൊടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, ഒരുപക്ഷെ വി എസ് ശിവകുമാർ ലക്ഷ്യം വെക്കുന്നത് ഇടതുപക്ഷത്തേക്ക് തന്നെയാണോ എന്നുള്ള സംശയം കൂടിയുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് വി എസ് ശിവകുമാർ ബി ജെ പിയുമായിട്ട് കൂടിയാലോചനകൾ നടത്തി ഒരുപക്ഷെ തിരുവനന്തപുരം സീറ്റിൽ വി എസ് ശിവകുമാർ മത്സരിക്കുമെന്നാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് വിജിലൻസ് കോടതിയാണ് ഇദ്ദേഹത്തിന് ക്ലീൻ ചീറ്റ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇ ഡിയും ഇതിനു മുമ്പ് ക്ലീൻ ചീറ്റ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരുപക്ഷെ ഇദ്ദേഹത്തിന്റെ പോക്ക് ബി ജെ പിയിലേക്കുമാകാം, അല്ലെങ്കിൽ ഇടതുപക്ഷത്തേക്കും ആയിരിക്കാം. ആരാണോ ബെറ്റർ ഓപ്പർച്യൂണിറ്റി വി എസ് ശിവകുമാറിന് കൊടുക്കുക അവർക്കരികിലേക്കായിരിക്കും വി എസ് ശിവകുമാർ പോവുക എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഇതിനകത്തൊക്കെ ഏറ്റവും രസകരമായിട്ട് നമുക്ക് തോന്നിയ മറ്റൊരു കാര്യമാണ് എം വി ശ്രേയാംസ് കുമാർ ഇന്ന് അവരുടെ സംസ്ഥാന നിർവാഹക സമിതി നടക്കുന്ന സമയത്ത് അവിടെ വെച്ചിട്ട് രാജ്യഭീഷണി മുഴക്കിയിരിക്കുന്നു. ഈ രാജ്യഭീഷണി മുഴക്കിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൽ ഡി എഫ് വിടുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ചില വാക്ക് തർക്കങ്ങൾ പാർട്ടി മീറ്റിംഗിൽ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. അതായത് നിലവിലത്തെ എം എൽ എ മോഹൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു കാരണവശാലും എൽ ഡി എഫ് വിട്ടു പോകാൻ പാടില്ല എന്നുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടപ്പോൾ വർഗീസ് ജോർജ് ഉൾപ്പെടെയുള്ള ആളുകൾ മുന്നണി വിടണം, എൽ ഡി എഫ് മുന്നണി വിടണം എന്നുള്ളൊരു തീരുമാനമാണ് എടുത്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. ഇതിനകത്ത് എം വി ശ്രേയാംസ് കുമാറുമായിട്ട് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ പലവട്ടം ചർച്ചകൾ കഴിഞ്ഞതാണ്. രാഹുൽ ഗാന്ധി കേരളത്തിൽ ട്രീറ്റ്മെന്റിന് വന്ന സമയത്ത് ഒരാഴ്ച ട്രീറ്റ്മെന്റ് വന്ന സമയമുണ്ട്, അത് എനിക്ക് 1.5 വർഷമായിട്ടുണ്ടാവും. ഈ സമയത്ത് ശ്രേയാംസ് കുമാർ രാഹുൽ ഗാന്ധിയുമായിട്ട് നേരിട്ട് കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അന്ന് തന്നെ മുന്നണി മാറുന്നതിനെ കുറിച്ച്, അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് തന്നെ മുന്നണി മാറുന്നതിനെ കുറിച്ച് വളരെ ഗൗരവകരമായിട്ട് ശ്രേയാംസ് കുമാർ ആലോചിച്ചിരുന്നതാണ്. പക്ഷെ അന്ന് കെ പി മോഹനൻ കുതുത്തുറം എം എൽ എ ആണ്, അദ്ദേഹം എൽ ഡി എഫ് വിട്ടു പോരാൻ വേണ്ടിയിട്ട് തയ്യാറല്ല എന്ന് അറിയിച്ചതിനെ തുടർന്നാണ് അന്ന് മുന്നണി മാറ്റം അസാധ്യമായിട്ട് മാറിയത്. കാരണം കൂത്തുപറമ്പിൽ കെ പി മോഹനെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഒരു ഈസി വിന്നബിലിറ്റിയാണ്, അതിന് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. പക്ഷെ മറിച്ച് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം യു ഡി എഫിലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ടൈറ്റ് ഫൈറ്റ് അവിടെ വരും. ആ ഒരു ഫൈറ്റിൽ ഒരു പക്ഷേ കെ പി മോഹനൻ പരാജയപ്പെട്ടു
പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം 2016 നടന്ന തെരഞ്ഞെടുപ്പിൽ കെ പി മോഹനൻ UDF-ന്റെ ഭാഗത്തു നിന്നാണ് മത്സരിച്ചത്. അന്ന് UDF-ന്റെ ഭാഗമായിട്ട് നിന്ന് കെ പി മോഹനൻ മത്സരിച്ചതിനെ തുടർന്നാണ് അദ്ദേഹം KK ശൈലജയോട് എന്ന കൂത്തുപറമ്പിൽ പരാജയപ്പെടുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും കെ പി മോഹനൻ LDF വിടാൻ വേണ്ടിയിട്ട് തയ്യാറാവത്തില്ല. അങ്ങനെ തയ്യാറാവാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ സംഭവിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ശ്രേയാംസ് കുമാറിന് ഒരു തീരുമാനമെടുക്കാൻ സാധിക്കാത്ത അവസ്ഥ വരും. കാരണം ഒരു MLA മാത്രമേ അവരുടെ പാർട്ടിക്കുള്ളൂ. ആ ഒരു MLA ഇല്ലാതെ അവർ UDF-ലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് അവർ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് നഷ്ടങ്ങളായിരിക്കും ഉണ്ടാവുക. അതുകൂടാതെ തന്നെ മുഖ്യമന്ത്രി ഈ ശ്രേയാംസ് കുമാറിനോട് പറഞ്ഞിരിക്കുന്നത് വടകരയിൽ തന്നെ ശ്രേയാംസ് കുമാർ തന്നെ മത്സരിക്കണം, അവിടെ വിജയിക്കണം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഇവർക്ക് ശക്തിയുള്ള ഒരു ജില്ലയാണ് കോഴിക്കോട് ജില്ല എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഈ കോഴിക്കോട് ജില്ലയിൽ ഇവർ മത്സരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിൽ ഇവർ മത്സരിക്കുന്ന സമയത്ത് ഈ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തിയും അതോടൊപ്പം തന്നെ മനക്കൽ ചന്ദ്രനുമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് വൈര്യം, ഈ ഗ്രൂപ്പ് വൈര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി നേരിട്ട് തന്നെ ശ്രേയാംസ് കുമാറിനെ വിളിച്ചു വരുത്തിയതിനു ശേഷം ശ്രേയാംസ് കുമാർ തന്നെ വടകരയിൽ നിൽക്കണം, വടകരയിൽ ശ്രേയാംസ് കുമാർ മത്സരിച്ചു കഴിഞ്ഞാൽ ശ്രേയാംസ് കുമാറിനെ വിജയിപ്പിച്ചെടുക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം CPM-നാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തു. അതിനൊക്കെ അനുസരിച്ചിട്ട് അദ്ദേഹം തയ്യാറായിട്ട് നിന്നതിന് ശേഷമാണ് പിന്നെ വീണ്ടും ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസിന്റെ ശക്തമായൊരു പ്രഷർ ഒരുപക്ഷെ ശ്രേയാംസ് കുമാറിന്റെ മുകളിൽ ഉണ്ടാവായും വടകരയിൽ നിന്ന് കഴിഞ്ഞാൽ തോറ്റുപോയേക്കാം. എന്നാൽ ഇവർ ഓഫർ ചെയ്യുന്നത് UDF വാഗ്ദാനം ചെയ്യുന്ന സീറ്റ് എന്ന് പറഞ്ഞാൽ കൽപ്പറ്റയാണ്. കൽപ്പറ്റയിൽ ശ്രേയാംസ് കുമാർ വരുന്ന സമയത്ത് ടി സിദ്ദിഖ് വളരെ മിടുക്കനായിട്ടുള്ള ഒരു MLA ആണ് കൽപ്പറ്റയിൽ നിന്ന്. അതുകൂടാതെ തന്നെ രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് സീറ്റ് പ്രഖ്യാപിച്ച് പ്രചരണം ആരംഭിച്ചതിന് ശേഷവും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മാറി നിന്ന് കൊടുത്ത ഒരു വ്യക്തി കൂടിയാണ് ടി സിദ്ദിഖ് എന്ന് പറയുന്നത്. അപ്പോൾ ടി സിദ്ദിഖിനൊക്കെ അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് എടുത്ത് മാറ്റിയിട്ട് RJD-യെ കൊണ്ടുവന്ന് അവിടെ ആ സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ സീറ്റ് UDF-ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവാൻ ഇടയുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ പറയാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ LDF-ലെയും UDF-ലെയും ഈ പ്രമുഖരായിട്ടുള്ള ആളുകൾ എങ്ങോട്ട് എപ്പോൾ നീങ്ങും എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു പ്രഡിക്ഷൻ നടത്താൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണുള്ളത്. ഏതെങ്കിലും ഒരു കാര്യം പറയാൻ വേണ്ടി സാധിക്കും, കേരളം നടുങ്ങാൻ പോകുന്ന രീതിയിലുള്ള ഒരുപാട് കാലുമാറ്റങ്ങൾ ഈ ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട് ഫെബ്രുവരി അവസാനവും മാർച്ച് മാസം ആദ്യം എന്ന് പറയുന്നത് ഒരുപാട് കൂടുമാറ്റങ്ങളുടെ സമയമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവും വേണ്ട. അതിനുള്ള കരുനീക്കങ്ങൾ എല്ലാ മുന്നണികളും, ഇപ്പോൾ UDF ആണെങ്കിൽ UDF, LDF ആണെങ്കിൽ LDF, NDA ആണെങ്കിൽ NDA നടത്തുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്.